പ്രിസർവിങ് ദി അനോയിൻറ്റിങ് എന്നുള്ള തീമിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ചിന്താഭാരം ഇതാണ്: ഹൗ ക്യാൻ യു പ്രിസർവ് സംതിങ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത്? എൻ്റെ ഉള്ളിൽ എന്താ നിറയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നീ എന്തുവാ പിന്നെ സൂക്ഷിക്കാൻ പോകുന്നത്? എന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ പരിചയമില്ല എങ്കിൽ ഞാൻ പിന്നെ എന്ത് സൂക്ഷിക്കും? ഞാനൊരു ട്രഡീഷനാണോ പിന്നെ സൂക്ഷിക്കാൻ പോകുന്നത്? അതോ ഞാൻ കേട്ട എന്തെങ്കിലും പ്രസംഗമാണോ സൂക്ഷിക്കാൻ പോകുന്നത്? കൊച്ചുനാൾ മുതലേ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച എന്തെങ്കിലുമാണോ ഞാൻ സൂക്ഷിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ദ റിയൽ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? എന്താ ഈ റിയൽ അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ? കർത്താവ് നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷത മനസ്സിലായാലല്ല ഇത് സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ ഒക്കത്തുള്ളൂ. അത് മനസ്സിലായില്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ. ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഹാത്മ്യം മനസ്സിലാകുന്നില്ല എങ്കിൽ എന്താ എനിക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് രാത്രി തിരിച്ചറിയാതെ നമ്മൾ സന്തോഷത്തോടെ ഇവിടുന്ന് തിരിച്ചു പോകും. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. കുറിവാക്യമായി 2-ാം അധ്യായം അതിൻ്റെ 37, 38, 39 വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പെന്തക്കോസ്ത് ദിവസം വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? എന്തിൻ്റെ ഒരു പകർച്ചയാണ് ആ ദിവസം മാളിക മുറിയിൽ അവിടെ സംഭവിച്ചത്? 37-ാം വാക്യം മുതൽ വായിക്കുന്നു. ഇത് കേട്ടിട്ട് അവർ, ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഒരു ആവറേജ് ആയ പെന്തിക്കോസുകാരനോട് പെന്തിക്കോസ്ത് എന്താ എന്ന് ചോദിച്ചാൽ സാമാന്യ മറുപടി വരുന്നത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാകാനാണ് സാധ്യത. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തിക്കോസ്റ്റ് സഭയിൽ വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നോട് ചോദിക്കുക, ജോ, യു ആർ എ പെന്തിക്കോസ്റ്റൽ ബിലീവർ, വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, വാട്ട് ഇറ്റ് മീൻസ് ടു ഹാവ് എ പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി കോട്ടിങ് ചാപ്റ്റർ 2 വേഴ്സ് 1 ഓൺവേർഡ്സ്. എന്തുവാ അതിൻ്റെ അർത്ഥമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉരുവിടും. പെട്ടെന്ന് അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, ഓരോരുത്തർമേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചുവെന്ന് ഒരു തത്ത പറയുന്നത് പോലെ ഞാൻ പറയും. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? അഗ്നിനാവ് പോലെ, അഗ്നിയല്ല, അഗ്നിനാവ് പോലെ പിളർന്ന നാവുകളെന്ന് എന്നോട് പിന്നെയും ചോദിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഇത് പിന്നെയും ഇനി അഗ്നിക്കായി കാത്തിരിക്കണോ? 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ ഫയർ ഈസ് കമ്മിങ് ഡൗൺ. എന്താ പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഐ വുഡ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഐ ഡോണ്ട് നോ വാട്ട് ഡസ് ദാറ്റ് മീൻ. ആകാശത്തിൽ നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ മുഴക്കമുണ്ടാകുമെന്നാണോ? ഐ ആം അഗെയിൻ കൺഫ്യൂസ്ഡ്. 8-ാം അധ്യായത്തിലോ 10-ാം അധ്യായത്തിലോ പിന്നെ മുഴക്കം കാണുന്നില്ലല്ലോ, കാറ്റ് കാണുന്നില്ലല്ലോ, അഗ്നി കാണുന്നില്ലല്ലോ, അന്യഭാഷ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഓൺ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്? കുറച്ചുകൂടെ വളർന്ന ചിന്തിക്കുന്ന ഒരു പെന്തിക്കോസ്റ്റുകാരനോട് ചോദിക്കുക, വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കോട്ട് ചെയ്യാൻ സാധ്യത ചാപ്റ്റർ 2 വേഴ്സ് 15 and 16 ആണ്. ഉടനടി പറയും അത് യോവേൽ പ്രവാചകന്റെ എഴുതിയതിൻ്റെ നിവർത്തി അവിടെ ഉണ്ടായത്. തത്ത പോലെ പിന്നെയും പറയും, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഇത് ഞാൻ എന്നോട് പിന്നെയും ചോദിക്കുകയാണ് ഒരാൾ, ജോയെ, ഓക്കെ, സോ ദാറ്റ് മീൻസ് ഓൾ ഓഫ് യു വിൽ ബിക്കം പ്രോഫറ്റ്സ്? ഐ ആം കൺഫ്യൂസ്ഡ് അഗെയിൻ. യൗവനക്കാർ ദർശനങ്ങളെ കാണും എന്ന് പറഞ്ഞാൽ എന്തോ അക്ഷരികമായി എല്ലാവരും ഇനി വൃദ്ധന്മാർ സ്വപ്നങ്ങളെ. ഐ നോ ടു കോട്ട് വേഴ്സസ്. എനിക്ക് വാക്യങ്ങൾ പറയാൻ അറിയാം, സ്പീഡിൽ പറയാം.
അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും. പക്ഷെ ഇതിൻ്റെ അർത്ഥം എന്താ, യഥാർത്ഥ പെന്തിക്കോസ് എന്താ എന്ന് മനസ്സിലാക്കാൻ ഒരു പരിമിതി. യോവേൽ പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധരണി പത്രോസ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് രാത്രി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ യോവേൽ പ്രവാചകന്റെ ഉദ്ധരണി പത്രോസ് ഉപയോഗിക്കാൻ കാര്യം, ഒരു ചോദ്യം ചോദിച്ചവര് 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ആൾക്കാർ പറഞ്ഞു, ഇവരെല്ലാം കൂടെ വീഞ്ഞു കുടിച്ച് മത്തരായതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ 13-ാമത്തെ വാക്യം കഴിഞ്ഞു 14-ൽ പത്രോസ് എല്ലാവരുടെ കൂടെ എഴുന്നേറ്റ് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതെല്ലാവരും കൂടെ വീഞ്ഞു കുടിച്ചൊന്നും അല്ല, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞതിൻ്റെ നിവർത്തിയാ. എന്താ യോവേൽ പറഞ്ഞത്? എന്താ ഈ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ? യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ച് വിളിച്ചു പറയുക. എന്താ കാലഘട്ടം? സ്വപ്നങ്ങളും ദർശനങ്ങളും കണ്ടോണ്ടിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഒരു യെശയ്യാവ് കാണും, ഒരു എഹെസ്കേൽ കാണും, ഒരു ദാനിയേൽ കാണും. തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേര് ദർശനം കാണും. തെരഞ്ഞെടുക്കപ്പെട്ടൊരു യോസഫ് സ്വപ്നം കാണും. എല്ലാവരും സ്വപ്നം കാണത്തില്ല. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരാത്ത ഒരു കാലത്തിൽ നിന്നും പത്രോസ് പറയുക, ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരാത്മാവിൻ്റെ യുഗം ഇവിടെ തുടങ്ങുകയാ. നോട്ട് ഓൺ പ്രിവിലേജ്ഡ് ക്ലാസ്, ദൈവം തെരഞ്ഞെടുത്ത 1-2 പേരിലല്ല. ഇനി ആള് നോക്കാതെ, തരം നോക്കാതെ, സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കാതെ, അന്ത്യകാലത്തിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ദർശനം ആരും കാണാൻ സാധ്യതയുണ്ട്. അതാണ് യോവേലിന്റെ ആ പ്രവചനത്തിന്റെ ഉദ്ധരണിയുടെ അർത്ഥം. എനിബഡി ക്യാൻ എക്സ്പെക്ട് വിഷൻ, എനിബഡി ക്യാൻ എക്സ്പെക്ട് എ പ്രൊഫറ്റിക് വേർഡ്, എനിബഡി വുഡ് സീ ഡ്രീം. എന്നിട്ട് യോവേൽ പറയുക, ദാസന്മാരും ദാസിമാരും മേലൂടെ ഈ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ ഉരുവിടാനുള്ളതല്ല. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വേർതിരിവുകളെല്ലാം മാറി ആത്മാവ് വന്ന് വീഴുമ്പോ ഇതാരുടെ മേലാ വീഴുന്നതെന്ന് നിയന്ത്രിക്കാൻ പ്രസംഗകന് അധികാരമില്ല, ഒരു ലീഡറിന് അധികാരമില്ല. സകല ജഡത്തിന്റെ മേലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കൃപയുടെ കവിഞ്ഞൊഴുക്കിനെ കുറിച്ച് പത്രോസ് വിളിച്ചു പറഞ്ഞു. ഇത് പത്രോസ് പറയുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലെ ആവേശം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവരെന്താ ചോദിച്ചോണ്ടിരുന്നത്? 7-8 വാക്യങ്ങളിൽ ചോദിച്ചോണ്ടിരിക്കുക, ഇവരെല്ലാം ഗലീലക്കാരല്ലേ? പർത്യരും മേർത്യരും അറേബ്യക്കാരും മെസൊപ്പൊട്ടേമിയക്കാരും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗലീലക്കാർ, അന്ധകാരം പിടിച്ച സെബലൂൻ, നെഫ്താലി ആ പ്രദേശങ്ങളിൽ പാർക്കുന്നവര്, ഇരുട്ടിലിരിക്കുന്നവർ, ഇവരെങ്ങനെയാ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുന്നത്? പത്രോസ് ആത്മനിറവിൽ വിളിച്ചു പറയുക, കഴിഞ്ഞു, യെരുശലേമിൻ്റെ യുഗം കഴിഞ്ഞു. യെരുശലേമിൻ്റെയും മതത്തിൻ്റെയും പ്രിവിലേജ് കഴിഞ്ഞു. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഗലീലക്കാരനെ ആത്മാവിൽ നിറച്ച് എടുത്തുപയോഗിക്കുന്ന കാലം വന്നു എന്നാ പത്രോസ് വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രിയിലും പ്രതീക്ഷിക്കണം, ഇതിനകത്തിരിക്കുന്നവർ മനുഷ്യർ വിടക്കെന്നെണ്ണുന്നവരെ എടുക്കുന്നതാണ് പെന്തിക്കോസിന്റെ ശക്തി. പെന്തിക്കോസിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലാസ് ഉണ്ടാക്കുന്നതല്ല, ഇതിനകത്ത് ഡിവിഷൻ ഉണ്ടാക്കുന്നതല്ല, ഇതിനകത്ത് കാസ്റ്റിന്റെയും കളറിന്റെയും പേരിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നതല്ല. ഇവിടെ ആത്മാവ് ചലിക്കുമ്പോ ഒരുമിപ്പിക്കുന്ന ഒരു ആത്മാവിനെയാണ് ഇവിടെ പറയുന്നത്. പത്രോസിന്റെ ഹൃദയം അങ്ങ് വെമ്പൽ കൊണ്ടിട്ട് പറയുക, ജോയലിന്റെ ആ കൊട്ടേഷൻ അങ്ങ് ഉപയോഗിക്കുന്ന ഒരു റെസ്പോൺസ് ആയിട്ട്. പക്ഷെ അതല്ല ദ ഹാർട്ട് ഓഫ് പെന്റിക്കോസ്റ്റ്. ദ ഹാർട്ട് ഓഫ് പെന്റിക്കോസ്റ്റ് ഈസ് നോട്ട് സൗണ്ട് ഓർ ഫയർ ഓർ ഈവൻ ജോയൽസ് കൊട്ടേഷൻ. ജോയൽസ് കൊട്ടേഷൻ ഈസ് എ റെസ്പോൺസ് ടു എ ക്വസ്റ്റ്യൻ. അവർ ചോദിച്ചത് എന്താ, ഇതെന്താന്ന് പറയാം, ഇതൊരു പുതിയ യുഗമാ എന്ന് പറയാൻ മാത്രം ഉപയോഗിച്ചാണ് യോയലിന്റെ പ്രവചന നിവൃത്തിയായി പറയുന്നത്. തൻ്റെ ഹൃദയം വെമ്പുന്നത് പെന്തിക്കോസിൽ ഒരു കാര്യം പറയാനാ.
അതെന്താണെന്ന് ചോദിച്ചാൽ 20-21 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പറയുക, കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. യോവേൽ എഴുതി വെച്ചിരിക്കുന്നത്, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, അതിനെ പത്രോസ് പറയുക, എന്നാൽ യഹോവയുടെ അല്ല, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. എന്താ പെന്തിക്കോസ്? ഇതൊരു അനുഭൂതി മാത്രമല്ല, ഇത് ചുമ്മാതെ വികാരം കൊള്ളിപ്പിക്കുന്ന പരിപാടിയല്ല. ഇപ്പൊ എല്ലാരും പ്രവചിക്കുമെന്ന് പറഞ്ഞ് ഇളക്കുന്ന പരിപാടിയല്ല. ഇത് ആത്മാവ് വരുമ്പോ ഒരു സന്ദേശം വിളിച്ചു പറയുക, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പറയിപ്പിക്കുന്നതാ പെന്തിക്കോസിന്റെ ശക്തി. കുറച്ചുകൂടി ഞാനങ്ങ് പറഞ്ഞല്ലേ, ഇന്നത്തെ നമ്മുടെ ഈ സർമണിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഫസ്റ്റ് വേർഡ് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 2:37 വാക്യം. ഇത് പെന്തിക്കോസിൽ എന്തോ ഉണ്ട്, കേൾക്കാനുണ്ട്. പലരും പറഞ്ഞു വെച്ചു അനുഭവിക്കാനേ ഉള്ളത്. 2:1 മുതൽ 4 വരെ വായിക്കും, യോവേലിന്റെ പ്രവചനവും വായിക്കും. ഇത് അനുഭവമാണെന്ന് അങ്ങ് പറഞ്ഞു വെക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പിശാച് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഈ പെന്തിക്കോസിന്റെ ആത്മാവിൽ പറയുന്നവരെയാണ്. പുൾപിറ്റിൽ നിന്ന് വരെ ആൾക്കാർ തുടങ്ങിയിരിക്കുക, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കല്ല നമുക്ക് വേണ്ടിയത്. പറയുന്നത് വചന ശുശ്രൂഷക്കെതിരെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്ക് വചന ശുശ്രൂഷയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് യവനായ റെറ്റോറിക്സ് ഉപയോഗിച്ച് ആൾക്കാരെ വശത്താക്കുന്ന സ്കില്ലിനെ കുറിച്ചാണ്. കുറച്ചു പേര് പറയാ ഇത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, വചന ശുശ്രൂഷ. തെറ്റാണേ. അവിടെ പറഞ്ഞിരിക്കുന്ന അക്ഷരം എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള അനുഭവമാണ്. വചന ശുശ്രൂഷയെ പോലെ പരമോന്നതമായ ഒരു ശുശ്രൂഷ ഇല്ല ദൈവമക്കളെ. പെന്തിക്കോസ് ദിവസം ആത്മാവ് വന്നപ്പോ വചനം ഒഴുകിപ്പോയില്ല, വചനത്തെ ഉയർത്തിയ ഒരു അപ്പോസ്തലനെ അവിടെ കാണുന്നത്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചോട്ടെ, ഇതിനകത്ത് നിന്നും വചനം സംസാരിക്കാൻ നിയോഗമുള്ള ഒരു കൂട്ടത്തെ ഈ തലമുറയിൽ ദൈവം വേർതിരിക്കുകയാണ്. അത് ഇന്ന് രാത്രിയിലും വിശ്വസിച്ചാൽ റിയൽ പെന്റിക്കോസ്റ്റ് ആണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് എ ടച്ച് ഓഫ് ഗോഡ് ടുനൈറ്റ്. ഇത് അനുഭവിച്ച ആളാണ് ഞാൻ. 2007 SABCയിലോട്ട് കടന്നു പോയപ്പോ അവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട്, ചർച്ചിൽ പോയി പ്രസംഗിക്കണം. അവിടുന്ന് ചർച്ചിൽ പോയി പ്രസംഗിക്കാൻ വിട്ടപ്പോൾ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവനായി, പാട്ടുപാടാൻ കഴിവില്ലാത്തവനായി. ചെന്ന ചർച്ചയിൽ നിന്ന് പറഞ്ഞു, അസംബ്ലിച്ചൊക്കെ നമ്മുടെ ഒരു ചർച്ചയിൽ നിന്ന് പറഞ്ഞു, ഇനിയും ജോയ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. കീബോർഡും അറിയത്തില്ല, ഗിറ്റാറും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല, പാസ്റ്റർ മോനു എന്നും ആ പേര്, ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ഈ പെന്തിക്കോസ് കറക്റ്റാണ്. കർത്താവ് ഈ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് SABC ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ജീവിതം ശൂന്യമായി പോകരുതേ കർത്താവേ. ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വചനം പ്രസംഗിക്കണം. ഓരോ ദിവസവും ഞാൻ കണ്ടു എന്നിൽ ഈ പരിശുദ്ധാത്മ ശക്തി ഇങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ചു. അതുവരെ കണ്ടിട്ടില്ലാത്ത വചന വെളിപ്പാട് ആത്മാവ് കാണിച്ചു. ആത്മാവ് തരുന്ന ദൂത് വിളിച്ചു പറയുമ്പോ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുന്നത് കണ്ടു, ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കണ്ടു. വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന്റെ ശക്തിയെ കുറച്ച് കാണരുത്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് വേർഡ്സ് ഇൻസ്പയർഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് പത്രോസിന്റെ 8 പ്രസംഗങ്ങൾ, പൗലോസിന്റെ 9 പ്രസംഗങ്ങൾ, യാക്കോബിന്റെ 2 പ്രസംഗങ്ങൾ, സ്തേഫാനോസിന്റെ 1 പ്രസംഗം. ആക്സ് എന്ന് പറയുന്നതിനെ സ്കോളേഴ്സ് പറയുന്നത് എന്താണെന്നറിയാമോ? ഡോണ്ട് ജസ്റ്റ് കോൾ ആക്സ് ഓഫ് ദി അപ്പോസൽസ്, കോൾ ഇറ്റ് വേർഡ്സ് ഓഫ് ദി അപ്പോസൽസ്. രാത്രി വിശ്വസിക്കണമേ, ആത്മനിറവിൽ ദൂതുകൾ വിളിച്ചു പറയാൻ തയ്യാറായാൽ, ആത്മനിറവിൽ വചനം ശുശ്രൂഷിക്കാൻ തയ്യാറായാൽ, അത് കേവല അറിവായിട്ടല്ല വരാൻ പോകുന്നത്, അത് ഹൃദയങ്ങളെ തിരിക്കുന്ന രൂപാന്തര ശക്തിയായിട്ടാണ് വരാൻ പോകുന്നത്.
അതിനെ ഒതുക്കാനായി, അതിനെ ഇല്ലായ്മ ചെയ്യാനായി സ്കീമായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലും. ഇനിയും കേൾക്കണം. ഇത് കേട്ടപ്പോ കേൾക്കാൻ സുഖമുള്ളത് വല്ലതും ആണോ പറഞ്ഞത്? ഓഹോ, ഇത് കേട്ടപ്പോ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണമേ, ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. They were cut to the heart, acutely distressed. വേറൊരു പരിഭാഷ പറയുന്നത് they were pierced in their heart. ആരാ ഇത്? ഇവരുടെ ഹൃദയത്തിൽ കത്തിവെക്കാൻ ഈ ലോകത്തിലെ ആർക്കെല്ലാം കഴിയോ? ആരാ ഇവരെന്നറിയാമോ? 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, അന്ന് ആകാശത്തിൻ്റെ കീഴിൽ ജാതികളുടെ ഇടയിൽ നിന്നെല്ലാം ഭക്തിയുള്ള യഹൂദന്മാർ അവിടെ വന്നിരുന്നു. ഇവരാരാ? ഭക്തിയുള്ള യഹൂദന്മാരാ. അകത്ത് പ്രജുഡിസ് ഉണ്ടോ? ഉണ്ട്. അവർ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇവരെല്ലാം ഗലീലക്കാരല്ലേ, ഇവരെ വീഞ്ഞു കുടിച്ചവരാണെന്നോ എന്ന് കുറച്ച് പേര് ചോദിച്ചു. പത്രോസിൻ്റെ പ്രസംഗം 2:14 എന്തോ അഡ്രസ്സ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ സാധാരണ പ്രസംഗിക്കും പറയും, അയ്യോ ഈ സന്ദർഭങ്ങളിൽ മാനസാന്തരം വേണം, പക്ഷേ ബൈ ദ വേ നിങ്ങളെല്ലാവരും നല്ലവരാ കേട്ടോ എന്ന് പറയും. പക്ഷേ പത്രോസിൻ്റെ പ്രസംഗത്തിൽ 2:14 എഴുന്നേറ്റ് എന്ന് പറയുക, യെരുശലേം നിവാസികളെ, യഹൂദയിൽ പാർക്കുന്നവരെ, ഡയറക്റ്റ്. എന്നിട്ട് 2:22 പിന്നെയും പറയുക, എന്താ പറയുന്നേ? ഇസ്രായേൽ പുരുഷന്മാരെ. ഞാൻ ചിന്തിക്കുക, എൻ്റെ പത്രോസേ, ഇത് അവസാനത്തെ പ്രസംഗമായിരിക്കും. യഹൂദ പുരുഷന്മാരെ, യെരുശലേമിൽ താമസിക്കുന്നവരെ, ഇസ്രായേൽ പുരുഷന്മാരെ. എന്നിട്ട് 2:36 പറയുക, എന്ന് യഹൂദ ഗ്രഹമൊക്കെയും അറിയണം. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൈയടിക്കുന്നതും തുള്ളുന്നതുമല്ല, ഒരു കത്തി പോലെ വചനം മറുതലിക്കുന്നവന്റെ ഹൃദയത്തെ തൊടുന്നതാ പെന്തിക്കോസിന്റെ ശക്തി. ഇന്നിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആ ഹൃദയത്തിലേക്ക് പഴയ പാട്ടിൻ്റെ വഴി വന്നു, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ. അതാ പെന്തിക്കോസിന്റെ ശക്തി. വഴങ്ങാത്തവൻ അവിടെ വഴങ്ങി, പത്തി മടക്കാത്തവൻ അവിടെ മടക്കി. പ്രസംഗിച്ചവനോടല്ല എതിര്, ആ വചനം അവന്റെ ഹൃദയത്തെ കീറി. ഓ, ഇന്ന് രാത്രിയിൽ ഹൃദയത്തെ കീറുന്ന വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. അതൊന്നല്ലെങ്കിൽ വേറൊരു സമയത്ത് കീറിയത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് എനിക്ക് കാണാൻ അവസരം കിട്ടിയിട്ടില്ല. കേട്ടത് ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ അയിരൂരിൽ ജനിച്ചു വളർന്ന സമയത്ത് ഒറ്റ പ്രസംഗമേ കേട്ടുള്ളൂ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്നുള്ള ഒറ്റ ആലോചന കേട്ട് തിരിച്ച് വീട്ടിൽ വന്നത് ആൾ മാറിയവനായി, വീണ്ടും ജനിച്ചവനായി. ഒറ്റപ്പെടേണ്ടി വന്നാലും ഹൃദയത്തെ കീറിയ വചനമാണ് പെന്തിക്കോസിന്റെ ശക്തി. നോക്കണം. എന്നിട്ടേ അവരോട് പോകുന്ന വഴി നമ്മൾ അവർ ചോദിക്കുന്നത് എന്തോ, ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്. ഹൃദയത്തിൽ കുത്തുകൊള്ളുക എന്നുള്ളത് ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണോ? ഇന്ന് കുത്തുകൊണ്ടാൽ ഇനി പ്രസംഗിക്കുന്ന ആളെ തിരിച്ചു കുത്തും. അതെല്ലാവരും ഓർത്തോണമേ. ഇതൊരു പ്രത്യേക കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുമ്മാ ഉഴപ്പി പറഞ്ഞ് കൈയടിപ്പിച്ച് വിട്ടാൽ ഒരു പ്രശ്നമില്ല. ദൈവവചനം സംസാരിച്ചോ, യഥാർത്ഥമായി സംസാരിച്ചോ, മാനസാന്തരത്തിൻ്റെ ദൂത് സംസാരിച്ചോ, പ്രസംഗിക്കുന്ന ആളെ വിടത്തില്ല. പക്ഷേ കർത്താവ് എന്നോട് ഈ വാക്യത്തിൽ നിന്ന് പറഞ്ഞത്, ഡോണ്ട് ബി ഡിസ്കറേജ്, ഡോണ്ട് ബി വറീഡ്. ശക്തി ഇറങ്ങി വന്നാൽ കുറ്റം പറയുന്നവരും പരിഹസിക്കുന്നവരും അവിടെ ഇരിക്കും. പക്ഷേ ഈ വാളിനെ തടുക്കാൻ ഒക്കാത്തതുപോലെ ദൈവം ചിലരുടെ ഹൃദയങ്ങളിൽ ഈ വാള് വെക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കണം. അനേക മാസങ്ങളായി പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ വചനത്തിന്റെ കത്തി ചെല്ലുവാനായി പെന്തിക്കോസുകാരാ, താങ്കൾ പ്രാർത്ഥിച്ചാൽ മതി. ഈ വചനത്തിന്റെ ശക്തി ആ വ്യക്തിയിൽ പ്രവർത്തിക്കും, ക്രിയ ചെയ്യും. ഞാനിവിടെ മനസ്സിലാക്കുന്ന യഥാർത്ഥ പെന്തിക്കോസ്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കൺവിക്ഷൻ. ഒരു ബോധ്യം ഉണ്ടാകണം, കുത്തുകൊള്ളണം, അല്ലെങ്കിൽ അതൊന്നും യഥാർത്ഥ പെന്തിക്കോസ് അല്ല.
കുത്തു കൊണ്ടു കഴിഞ്ഞ് കൺവിക്ഷൻ ഷുഡ് ലീഡ് ടു ഹ്യൂമിലിറ്റി. ഒരു താഴ്മയുണ്ടാകണം. അവിടെ താഴ്മയുണ്ടോ? സഹോദരന്മാരായ പുരുഷന്മാരെ, അവിടെ ഒരു നിമിഷം പറയാതെ പോകാനൊക്കത്തില്ല. ഈ കുത്തുകൊണ്ടവരെന്തോ വിളിക്കുന്നത് അപ്പോസ്തലന്മാരെ? ഇന്ന് വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. കൊച്ചിലെ മുതലേ അറിയാവുന്ന ഒരാളെ ഞാൻ അച്ചായോ ജോയിക്കറിയത്തില്ലേ, ഞാനിപ്പോൾ അച്ചായനല്ല പാസ്റ്ററാന്ന് പറഞ്ഞു. എല്ലാവരും പെന്തിക്കോസാ. വേണ്ട, കുത്തുകൊണ്ടവർക്ക് ഇതൊന്നും അറിയത്തില്ല. ആരാ റെവറൻഡ്, ആരാ ഡോക്ടർ, ആരാ ഇവാഞ്ചലിസ്റ്റ്, ആർക്കാ ലൈസൻസ്, ഇതൊന്നും കുത്തുകൊണ്ടവൻ അറിയത്തില്ല. കുത്തുകൊണ്ടവൻ ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, അവനെ മാറ്റി നിർത്തി നമ്മുടെ പരിപാടി പഠിപ്പിക്കുകയല്ല, അവനോട് ആത്മാവിൽ ദൂത് പറയേണ്ട ഒരു തലമുറ ഈ ജനറേഷനിൽ എഴുന്നേക്കണം. ഈ കുത്തുകൊണ്ടവനോട് അവന്റെ കുത്തലിനെ ഇല്ലാതാക്കുന്ന ശുശ്രൂഷയല്ല, കുത്തുകൊണ്ടവനോട് പറയണം, ഞാൻ പറഞ്ഞു തരാം, നീ മാനസാന്തരപ്പെടണമെന്ന് പറയുന്ന ഒരു തലമുറ ഉണ്ടാകണം. കൺവിക്ഷൻ വന്നു, താഴ്മ വന്നു ചോദിക്കാൻ. താഴ്മ വന്നാൽ മാത്രം പോരാ, കൺഫെസ് ചെയ്യണം. കൺവിക്ഷൻ ഷുഡ് ലീഡ് ടു ഹ്യൂമിലിറ്റി, ടു ആസ്ക്, then to confess, then to turn and follow Jesus. ഇതൊരു വലിയ പാക്കേജാ. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ ചുമ്മാതെ ഇങ്ങനൊരു വെളിയിലുള്ള പരിപാടിയല്ലിത്. ഇത് ഹൃദയത്തിൽ കുത്തുകൊണ്ട് താഴ്മയോടെ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു ആ പെന്തിക്കോസ് ദിവസം. ഈ നിറവാ നമ്മളിലേക്ക് വരേണ്ടത്. ഈ നിറവ് വന്നാൽ ഓരോ മീറ്റിങ്ങിലും എന്തോ ഉണ്ടാകും. കൺവിക്ഷൻ വിൽ ഹാപ്പൻ. Humility will be the product of that conviction. Confession will happen. Repentance will happen. And following Christ will be our ultimate pursuit after every conference and meeting. ഈ പോകുന്നവരോട് നമ്മൾ ചോദിക്കുക, Did you all accept Jesus? എന്തോ ആയിരിക്കും അവരുടെ മറുപടി? അവർ വലിയൊരു ചോദ്യമാണ് ചോദിച്ചേ. സഹോദരന്മാരുടെ പുരുഷന്മാരെ, ഞങ്ങൾ എന്തോ ചെയ്യണം? നമ്മൾ അവരോട് ചോദിക്കുക, ഓൾ ഓഫ് യു അക്സെപ്റ്റഡ് ജീസസ്? നമ്മുടെ ഇന്നത്തെ വൊക്കാബുലറി അത്. ഡിഡ് യു അക്സെപ്റ്റ് ജീസസ്? നിങ്ങൾ എന്തോ വിചാരിക്കുന്നു? അവരെന്തോ തിരിച്ചു പറയും? നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചോ? അവരെന്തോ തിരിച്ചു പറയും? എല്ലാവരും മിണ്ടായിരിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രശ്നം, വി ആർ വെരി ഈഗർ ടു നോ ഹൗ മെനി അക്സെപ്റ്റഡ് ജീസസ്. ഈ ചോദ്യം ഇവരോട് ചോദിച്ചാൽ അവർ നമ്മളെ വഴി നിർത്തും. അവർ നമ്മളോട് ഇങ്ങോട്ടൊരു കാര്യം പറയും, വി ഡിഡ് നോട്ട് അക്സെപ്റ്റ് ജീസസ്, ജീസസ് അക്സെപ്റ്റഡ് അസ്. ഞാൻ യേശുവിനെ സ്വീകരിച്ചല്ലിന്ന്, ഞങ്ങൾ ക്രൂശിച്ച യേശു ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. രണ്ടിനും വ്യത്യാസമുണ്ട് കേട്ടോ. പാപബോധം ഉണ്ടാകുമ്പോൾ ഞാൻ യേശുവിന് ഫേവർ ചെയ്യല്ല. ഓക്കെ, ലെറ്റ് മീ തിങ്ക് ആൻഡ് അക്സെപ്റ്റ് യു. നോ, we are not accepting in a comfort zone. We are accepted into his family because there is a ransom paid, there is redemption price paid. ഇന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്നവർ? ഞാൻ സ്വീകരിച്ചതല്ല, പാപിയായ എന്നെ യേശു സ്വീകരിച്ചതാണ്. അതാ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ കർത്താവും രക്ഷിതാവുമായി മാറ്റി നിങ്ങൾ വലിയ ക്രോധത്തിന്റെ ഇരയായി നിൽക്കായിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? യു ആർ നോട്ട് ഡൂയിങ് എ ഫേവർ ടു ഗോഡ്. ഗോഡ് ഈസ് കമ്മിങ് ഡൗൺ ടു അക്സെപ്റ്റ് യു, അഡോപ്റ്റ് യു ഇൻടു ഹിസ് ഫാമിലി. നോക്കണമേ, അവിടെ എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. 38 വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഞാൻ ചിന്തിക്കുക, ഇതാരാ ഇവരെല്ലാം? യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാർ. എന്തിനാ അവരെല്ലാം കൂടി യെരുശലേമിൽ വന്നിരിക്കുന്നത്? പെരുന്നാൾ. ഭക്തിയുള്ള യഹൂദന്മാരാ ഇവര്. അവരോടിപ്പം ദൂത് എന്തോ പറയുന്നേ? നിങ്ങൾ സ്നാനപ്പെടണമെന്ന്.
ഇന്നാണെ നമ്മൾ അതിനകത്തൊരു എല്ലാം കൂടെ നമുക്ക് ഇന്ന് പറയണ്ട, ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുത്തു വന്നു, ഹ്യൂമിലിറ്റി വന്നു, എല്ലാം കൂടി ഇന്ന് പറഞ്ഞാൽ നാളെ വന്നില്ലേ എന്തോ ചെയ്യും? വി ആർ വെരി കൺസേൺഡ്. പത്രോസ് പറയുക, യഹൂദന്മാരെ സംബന്ധിച്ച് ഈ സ്നാനം ആർക്കുള്ളതാ? പ്രോസിലൈറ്റ്സ്, ജാതികളുണ്ടല്ലോ. ജാതികൾ യഹൂദന്മാർ ആരാധിക്കുന്ന ദൈവത്തെ യാഹുവേ കണ്ട് എനിക്ക് ഈ കുടുംബത്തിൽ കയറണം, എനിക്ക് ഒബ്സർവ് ചെയ്യണം, ലോസ് ആൻഡ് റെഗുലേഷൻസ്, അന്നാ മുക്കി കയറ്റാം. പ്രോസിലൈറ്റ്സ്, യവനന്മാർക്ക്, ജാതികൾക്കുള്ള പരിപാടിയാണിത്. പരിശുദ്ധാത്മാവ് ചലിച്ചാൽ ദൂത് മാറ്റിയല്ല ആളിനെ കൂട്ടുന്നത്. അതേ ദൂത് വിളിച്ചു പറയുമ്പോ മറുതലിക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ, നമ്മുടെ പ്രവൃത്തി അല്ലത്, ഹോളി സ്പിരിറ്റ് ആടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് പെന്തിക്കോസ്ത് ദിവസം നടക്കുന്നത്. ഇദ്ദേഹത്തോട് പറയുക, നിങ്ങൾ മാനസാന്തരപ്പെടണം. യെസ് വി ആർ വില്ലിംഗ്. നിങ്ങൾ സ്നാനപ്പെടണം. യെസ് വി ആർ വില്ലിംഗ്, ബിക്കോസ് ഇറ്റ്സ് എ പ്രിവിലേജ് ടു ടെസ്റ്റിഫൈ ഗോഡ് ഇൻ വാട്ടേഴ്സ് ഓഫ് ബാപ്റ്റിസം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൾക്കാരെ ഇന്ന് സ്നാനപ്പെടാൻ? ഐ എം സ്റ്റഡിങ് അബൌട്ട് ഇറ്റ്, ഐ ഹാവ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഇന്നാൾ ഒരാൾ പറഞ്ഞ, ഐ എം വെയിറ്റിംഗ്, ഇഫ് ഗോഡ് ഈസ് ആസ്കിങ് മീ ഐ വിൽ ഡു ഇറ്റ്. വാട്ട് അബൌട്ട് ദ വേഴ്സസ്? ഓൾ ദാറ്റ് ഈസ് ദെയർ, ബട്ട് ഐ വാണ്ട് ഗോഡ് ടു സ്പീക്ക് ടു മീ. അവിടെ ആ പെന്തിക്കോസിന്റെ ശക്തി വെളിപ്പെടുന്നേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഈ ഇറങ്ങി വരുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്സിനെക്കാട്ടിൽ അപ്പുറമായി, കഠിന ഹൃദയത്തെക്കാട്ടിൽ അപ്പുറമായി, തീസിസിനെക്കാട്ടിൽ അപ്പുറമായി ഒരുവന്റെ ഹൃദയത്തിൽ ആത്മാവും വചനവും പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് പെന്തിക്കോസ്ത് ദിവസം സംഭവിക്കുന്നത്. 39-ാം വാക്യം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. കേൾക്കണമേ, എന്താ പത്രോസേ, അവിടെ നിന്ന് നിർത്തിയാൽ പോരായിരുന്നോ? ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ചോദിച്ച് ഞങ്ങൾ എന്തോ ചെയ്യണം? പെന്തിക്കോസിൽ കുത്തുകൊള്ളും. പെന്തിക്കോസ് ഈ കൺവിക്ഷനോട് ചോദിക്കും. പെന്തിക്കോസിൽ ഫുൾ ഗോസ്പൽ വിളിച്ചു പറയും, വാക്കുകൾ വിളിച്ചു പറയും, മുഖം നോക്കാതെ വിളിച്ചു പറയും. മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം എന്ന് പറഞ്ഞിട്ട് 39-ാം വാക്യത്തിൽ പറയുക, വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാ. ഞാൻ ചിന്തിക്കുക, പത്ര, വാട്ട് മെയ്ഡ് യു സേ ദിസ്? ഇതിനൊരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് ദൈവമക്കളെ. പഴയ നിയമത്തിലെല്ലാം ഉടമ്പടികൾ നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ജെനസിസ് 17:7, ഐ വിൽ എസ്റ്റാബ്ലിഷ് മൈ കവനന്റ് വിത്ത് ബിറ്റ്വീൻ മീ ആൻഡ് യു ആൻഡ് യുവർ ഓഫ്സ്പ്രിങ്. Deuteronomy 29:29, that we may do all the words of this law, we and our children forever. Isaiah 44:3, I will pour out my spirit upon your offspring. God is not a God of individuals. He is a God of generations. All through the Bible. പത്രോസ് അപ്പ ഈ ക്രൂഷ്യൽ മൊമെന്റിൽ എന്താ പറയുന്നത്? വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സന്തതിക്ക് ഉള്ളതാന്ന് പറയുമ്പോൾ പത്രോസിന്റെ മനസ്സിൽ അന്ന് അവിടെ നടന്നത് കുറെ ഒച്ചപ്പാടല്ല, ഒരു നിയമത്തിലേക്ക് കേറുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണത്. ഒരു കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, വീണ്ടെടുക്കപ്പെട്ടവരെ സീനായി മലയിൽ കൊണ്ടുപോയി ദൈവത്തിന്റെ ജനമാക്കി മാറ്റിയതുപോലെ പെന്തക്കോസ്ത് ദിവസം ആത്മാവ് ഇറങ്ങി വന്നപ്പോ ഒരു പുതിയ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ ഇവരോട് പറയുക, നിങ്ങളുടെ മനസ്സിലുണ്ടായ ഈ മാനസാന്തരം നിങ്ങളിൽ മാത്രം നിൽക്കേണ്ടതല്ല, ഇറ്റ് ഹാസ് ടു ഗോ ടു യുവർ നെക്സ്റ്റ് ജനറേഷൻ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ ജനറേഷനിൽ നിന്നു പോകേണ്ടതല്ല, ഇത് നമ്മളിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് പോകേണ്ടതാ ഈ പെന്തക്കോസ്തിന്റെ ശക്തി. കേൾക്കണം, ഇതുണ്ട്. ഇതിനകത്തൊരു കാര്യമുണ്ടല്ലോ. 7 ആഴ്ചയ്ക്ക് മുമ്പ്, ഈ പത്രോസ് പ്രസംഗിക്കുന്നതിന് 7 ആഴ്ചയ്ക്ക് മുമ്പ് യേശു യെരുശലേമിലേക്ക് വന്നപ്പോൾ നിലവിളിച്ച് കരഞ്ഞു.
അയ്യോ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെല്ലാം നശിക്കും. എന്നിട്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. 7 ആഴ്ച മുമ്പ് ഇവരിൽ കുറച്ചു പേര് പറഞ്ഞു, പൊന്തിയോസ് പൈലറ്റ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇവരിൽ ചിലര് പറഞ്ഞു, വരട്ടെ, ഈ രക്തം ഞങ്ങളുടെ തലമുറയിലോട്ട് വന്നോട്ട്, കുഴപ്പമില്ലെന്ന്. എന്താ ഇവിടെ പത്രോസ് പറയുന്നത്? ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയൂടെ ഉള്ളതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ദൈവമക്കളെ? 7 ആഴ്ചയ്ക്ക് മുമ്പ് വന്നോട്ട് ന്യായവിധി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വന്നോട്ടെന്ന് പറയുന്നവന് പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ബോട്ട് അവന് കിട്ടുക. ഈ മുങ്ങുന്ന കപ്പലെ എടുത്തൊന്ന് ചാടാൻ ഒരവസരം അവന് കിട്ടുക. ഈ മതം നശിക്കാൻ പോകുക, ഈ യഹൂദ മതം നശിക്കാൻ പോകുക. പെന്തക്കോസ് ദിവസം വിളിച്ചു പറയുക, ഇത് കേവലം വികാരമല്ല, വൈകാരികതയല്ല, നശിച്ചു പോകാതെ നിന്റെ ഡെസ്റ്റിനി മാറ്റുന്നതാണ് ഈ പെന്തിക്കോസ്. ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, അവിടെ വന്നിരിക്കുന്ന വിശ്വസിക്കുന്ന ചിലരുടെ മേൽ, അവരുടെ തലയുടെ മേൽ കത്തി നിൽക്കുക. അവര് പറഞ്ഞ വാക്ക്, ശാപം ന്യായവിധി അവരുടെ തലയ്ക്ക് മേളിൽ നിൽക്കുമ്പോൾ പത്രോസ് പറയുക, യു ഹാവ് എ ചാൻസ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് തിരിയുന്നെങ്കിൽ ഈ വാള് മാറ്റി നിന്റെ സന്തതിയെ പ്രവാചകരാക്കി മാറ്റും. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, മാനസാന്തരപ്പെടാതിരിക്കരുതേ, ഹൃദയം കഠിനമാക്കി ഇരിക്കരുതേ. ഒരു ലൈഫ് ബോട്ട് പെന്തിക്കോസ് ഈ ആത്മാവിന്റെ നദിയിലേക്ക് വീണാൽ, മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, അനുദമിക്കാൻ തയ്യാറായാൽ, you are doing a great deal of favor to your children as well. കയ്പും ബാക്ക് സ്റ്റാബിങ്ങും ഒരല്പം രാഷ്ട്രീയം കൊണ്ടെല്ലാം ഇരുന്നാൽ ഈ അടുത്ത ജനറേഷന്റെ മേളിൽ വാള് നിൽക്കുന്നു. പറയാതെ പറയുക, നമ്മള് വന്നോട്ടെ. എത്ര മാനസാന്തരത്തിന്റെ ദൂത് കേട്ടിട്ടും ഇത് നമ്മളെ ബാധിക്കുന്നില്ല, അപ്പുറത്തെ ആളോടായിരിക്കും. ഇന്നാൾ ഒരാൾ പറഞ്ഞ പോലെ, പാസ്റ്റർ ഒരു 8 ഫാമിലിയുടെ, കഴിഞ്ഞിടെ എന്നോട് ഒരാൾ പറഞ്ഞു, 8 ഫാമിലിയുടെ ഈ സന്ദേശം കേൾക്കേണ്ടതായിരുന്നു, അവർ വന്നില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി, ഡിഡ് യു ലിസൺ? പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊന്നും നമുക്കല്ല. ഇന്നീ പറയുന്ന പ്രസംഗം ഇപ്പം അവരുടെ തലമുറ അവരൊന്ന് കേട്ടായിരുന്നേ നല്ലായിരുന്നേനേം, ബലപ്പെട്ടേനേം. കേൾക്കേണ്ട എല്ലാവരും കേട്ടോളും. ഇത് ആസ് എൻ ഇൻഡിവിജ്വൽ യു റിസീവ് ഫോർ യുവർ ഫാമിലി. നിങ്ങളുടെ ജനറേഷനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ലോകമയത്വത്തിൽ അവർ വീഴുക എന്നുള്ളതല്ല, അവർ യേശുവിനെ തള്ളിപ്പറയുക എന്നുള്ളതല്ല, വചനത്തിന് വിരുദ്ധമായി ഫേസ്ബുക്കിൽ എഴുതുക എന്നുള്ളതല്ല, സുവിശേഷ വേലക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ഈ തലമുറയിൽ അവർ അഭിഷേകത്തോടെ എഴുന്നേൽക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് മാനസാന്തരപ്പെടണം എന്നാ പത്രോസ് പറയുന്നേ. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം. ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുടെ തലമുറയുടെ തലയിൽ നിൽക്കുന്നതിനെ കൂടെ മാറ്റും. ഇന്ന് നിങ്ങൾ സ്നാനപ്പെടാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി ഞാനത് പിന്നെ വിളിച്ചു പറയുന്നു, തലമുറയോടുള്ള ബന്ധത്തിൽ അവരുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് മാത്രം ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്നെ നിറയ്ക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. യഥാർത്ഥമായി ദൈവകൃപ ഒരുവനിൽ വന്നാൽ, ദൈവശക്തി ഒരുവനിൽ വന്നാൽ, അവന്റെ മാനസാന്തരം അവന്റെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും എന്നാ ബൈബിൾ പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കത്തില്ല. യഹൂദനാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യഹൂദ മതത്തിൽ ജനിച്ചാൽ മതി. ഇവിടെ പത്രോസ് പറയുന്നത് ഈ വാഗ്ദത്തം നിനക്കും നിന്റെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസി ചിൽഡ്രനും ഗ്രാൻഡ് ചിൽഡ്രനും ഒന്നുമില്ല. അതല്ല പത്രോസ് ഇവിടെ പറയുന്നത്. എന്നിൽ ഇന്ന് പ്രവർത്തിച്ച ആ വചനം എൻ്റെ കുഞ്ഞുങ്ങളിലും പ്രവർത്തിക്കാൻ അതേ മൂർച്ചയോടെ നിപ്പുണ്ടെന്നാണ് പത്രോസ് പറയുന്നത്.
ഇന്ന് നിങ്ങളെ മുട്ടുമടക്കിയ ദൈവം കുഞ്ഞുങ്ങളെയും മുട്ടുമടക്കും ഒരിക്കലെന്നാ പത്രോസ് ഇവിടെ പറയുന്നേ. ഇത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കത്തില്ല. കുറെ വേർഷൻ ബൈബിള് വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഇത് സംഭവിക്കത്തില്ല. കുറെ യൂത്ത് മീറ്റിങ്ങിന് വിട്ടാൽ ഇത് സംഭവിക്കത്തില്ല. ഞാൻ മാനസാന്തരപ്പെടുമ്പോ എന്നിലെ ആത്മാവിന്റെ ഫലം കാണുമ്പോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ അപ്പച്ചൻ എന്തോ ഒരു കൃപ, എന്തോ വിശുദ്ധിയുടെ ഒരു അളവ് എൻ്റെ അപ്പച്ചനിൽ ഞാൻ കാണുന്നു. What is real Pentecost? It's words, anointed words. It's conviction, it's humility, it's confession, it's turning, it's following. It's not just for me, it's also for my children. They will also experience this power. 2:42 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞു വിടാനേ ഇനി സമയമുള്ളൂ. യഥാർത്ഥ പെന്തിക്കോസ് എന്താ? യേശുവിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറെ വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ കൃപയാൽ നിറയുക. വേർ ഇസ് യുവർ ഹസ്ബൻഡ്? ഹി ഡസൻറ്റ് ഹാവ് എനി റെവലേഷൻ, ഐ ഹാവ് റെവലേഷൻ. ഇതല്ല പെന്തിക്കോസ്. സ്വന്തം വീട്ടിൽ തന്നെ പ്രശ്നം, ചർച്ചിൽ പ്രശ്നം. പക്ഷേ ഇൻഡിവിജ്വലി എടുത്താൽ ഐ എം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. വാട്ട് സ്പിരിറ്റ് ഈസ് ദിസ്? ആക്ട്സ് 2:42 ഓൺവേർഡ്സ് കാണുന്നത് റിയൽ പെന്തിക്കോസ്റ്റിൽ നടന്ന എന്താണെന്നറിയോ? 8 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് 42 മുതലുള്ള വാക്യങ്ങളിൽ. ഈ കുത്തുകൊണ്ടവർ കൈക്കൊണ്ട് സ്നാനപ്പെട്ടെന്ന് 3000-ഓളം പേർ ചർച്ചിനോട് ചേർന്നു. എന്നിട്ട് പറയുക, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം. നമ്മുടെ മലയാള പരിഭാഷയ്ക്ക് ഒരു വലിയ പരിമിതി അവിടെ ഉണ്ട്. പ്രധാന വാക്ക് അവിടെ ഇല്ല. അപ്പോൾ എനിക്കത് വലിയ രസകരമായി തോന്നി. ഇത് നമ്മുടെ ഭാഷയിൽ മാത്രം ഇത് മിസ്സാകാൻ ഇത് എന്തോ ഒരു ഐറണിയാണ് ഇത്. ഇംഗ്ലീഷ് പരിഭാഷയുള്ള ഒരു ആളുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. there is a word, an important word which is there in the original language, which is there in English translations but not there in Malayalam. They devoted themselves to apostolic teaching എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടെന്നല്ല, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊതിച്ചു എന്നാണ് അസൽ പരിഭാഷ. പെന്തിക്കോസ്തി നടന്നത് എന്താണെന്നറിയാമോ? പെന്തിക്കോസ്തി നടന്നത് മുങ്ങിപ്പൊങ്ങിക്കഴിഞ്ഞിട്ട് സീ യു ഇൻ ഹെവൻ അല്ല. ടൈത്തിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ടൈത്ത് കൊടുക്കാത്തവരെ പുറകെ നിന്ന് പിടിക്കുന്ന പരിപാടിയല്ല. ഇത് ദൈവവചനത്തോടൊരു കൊതി ഉണ്ടാകുന്നതാണ് യഥാർത്ഥ പെന്തിക്കോസ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ ഇത് ഏതാത്മാവാ? ഈ പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് അകറ്റുന്ന പരിശുദ്ധാത്മാവല്ല. ഇത് വചനത്തോട് കൊതിയുണ്ടാക്കി ഊടുമ്പോഴും ഉടുക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും വചനത്താൽ ഹൃദയം സംഗ്രഹിക്കപ്പെടുവാൻ ഉള്ളൊരു കൊതിയ റിയൽ പെന്തിക്കോസ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ പറയുന്നൊരു കാര്യം, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഇതെല്ലാം പെന്തിക്കോസിന് മുമ്പിലും ഉണ്ടോ? അതോ പെന്തിക്കോസ് കഴിഞ്ഞിട്ടേ ഉള്ളോ? ഉപദേശം പെന്തിക്കോസിന് മുമ്പുണ്ടോ? കൂട്ടായ്മയുണ്ടോ? ചാപ്റ്റർ 2:1 അവരെല്ലാവരും ഒരുമിച്ചിരിക്കുക. അപ്പം നുറുക്കുണ്ടോ ഇതിൻ്റെ മുമ്പിൽ? പ്രാർത്ഥനയുണ്ടോ ഇതിൻ്റെ മുമ്പിൽ? 43-ാം വാക്യത്തിൽ പറയുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ. പെന്തിക്കോസിന് മുമ്പ് അടയാളം അത്ഭുതം ഉണ്ടോ? പഴയ നിയമത്തിലുണ്ടല്ലോ അത്ഭുതം അടയാളം. പെന്തിക്കോസിന് മുമ്പ് അടയാളം അത്ഭുതം ഉണ്ടല്ലോ. അപ്പൊ എന്താ പെന്തിക്കോസ് ദിവസം സംഭവിച്ചത്? ഈസ് പെന്തിക്കോസ് ഓൾ അബൌട്ട് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്? If that is the case, then it should not have been there before. It is there before in the ministry of Jesus, and even when apostles prayed, signs and wonders happened. What is the essence of Pentecost? Teaching was there before, breaking of bread is there before. എന്നിട്ട് 45-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യമുണ്ട്, അത് ഇതിന് മുമ്പ് കാണാൻ ഇത്തിരി പ്രയാസമാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞത്, റിയൽ പെന്തിക്കോസ് എന്ന് പറയുന്നത് 2:4 പറഞ്ഞുകൊണ്ടിരിക്കരുത്, 2:45 വരണം. എന്തോ 45 എഴുതിയിരിക്കുന്നത്? അവർ സകലവും പൊതുവകയെന്നെണ്ണി. ജനറോസിറ്റി. ഇത് പരിശുദ്ധാത്മാവ് വന്നാലേ നടക്കത്തുള്ളൂ. ഒച്ചപ്പാടുണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല, കൈയടിക്കാൻ, അന്തരീക്ഷം മാറ്റാം. ഉള്ള വാലറ്റിൽ നിന്ന്
പൈസ ഇറങ്ങണമെങ്കിൽ പരിശുദ്ധാത്മാവ് ചലിക്കണം. അതാ പെന്തിക്കോസ്. ഒരാൾ പുറകിൽ കൈയടിച്ചു, രണ്ടുപേര് ഫ്രണ്ടിൽ ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട് 46-ാമത്തെ വാക്യത്തിൽ 2 പദം. വാട്ട് ഈസ് റിയൽ പെന്തിക്കോസ്? അവരുടെ ബാഹ്യമായതല്ല. ബാഹ്യമായ ഉപദേശമുണ്ട്. ഹോളി സ്പിരിറ്റിലെ ഉപദേശിക്കാമോ? ഹോളി സ്പിരിറ്റിലെ ഉപദേശിക്കാമോ? അതിന് 10 ബുക്ക് വായിച്ചാൽ മതി. ഹോളി സ്പിരിറ്റിലെ അപ്പം നുറുക്കാമോ? ഹോളി സ്പിരിറ്റിലെ പ്രാർത്ഥിക്കാമോ? ചില പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പ്രാർത്ഥനയാണോ പ്രസംഗമാണോ, പിടിച്ചിരുത്തണോ, മൈക്ക് ഊരണോ, എല്ലാ പരിപാടിയും നടക്കും. നടക്കാത്തൊരു പരിപാടി 43-ാം വാക്യത്തിലും 46-ലും ഉണ്ട്. അത് ആന്തരികമാണ്. 43 പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഭയങ്കര ഫിയർ ഓഫ് ഗോഡ് ഉണ്ടായെന്ന്. ഉണ്ടോ 43-ാം വാക്യത്തിൽ? എന്തുവാ ദൈവമക്കളെ യഥാർത്ഥ പെന്തിക്കോസ്? വചനത്തോടൊരു കൊതി, ഉള്ളിലെ കരിയ. എന്താ യഥാർത്ഥ പെന്തിക്കോസ്? ഫിയർ ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ എന്തുച്ചരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ വരണം, എങ്ങനെ പോകണം. വരുന്ന വാക്കിന് വന്ന് കയറുന്ന ഇടമല്ലല്ലോ ദൈവസഭ. വരുന്ന വാക്കിന് പറഞ്ഞു വിടുന്നതല്ലല്ലോ ആത്മനിറവിൻ ജീവിതം നയിക്കുന്നവര്. എന്ത് പറയണം, എന്ത് പറയരുത്, എൻ്റെ ഭാഷ മാത്രമല്ല ശരീരഭാഷ പോലും ആത്മനിറവ് വന്നു കഴിഞ്ഞാൽ ഗൗരവമായി കാണത്തില്ലേ നമ്മൾ? 46-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: ഉല്ലാസവും. എന്താ റിയൽ പെന്തിക്കോസ്? റിയൽ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഉപദേശം, സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഇമ്പോർട്ടൻറ്റ്. ഓൾ ഓഫ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് വിത്തൗട്ട് ലൈഫ്. ഏത് ലൈഫ്? ഹൃദയ പരമാർത്ഥത. എൻ്റെ ഒരു മെന്ററുണ്ട്, എന്നോട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പറയുന്ന വാക്കാ, മെനി ബിലീവേഴ്സ് ജോ ആർ നോട്ട് ബിലീവബിൾ. പറയുന്നത് വിശ്വസിക്കാനൊക്കത്തില്ല. വേറൊരു മെന്റർ പറഞ്ഞതാ, വി ആർ ഗുഡ് ഇൻ സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് ബട്ട് മദർ ടങ് നോ കൺട്രോൾ. എന്തുവാ നമ്മളിലേക്ക് വന്ന ഈ ശക്തി? ഇതെൻ്റെ ഹൃദയം സിൻസിയർ ആക്കുന്നൊരു ശക്തിയാണെന്ന്. ഇതെന്നിൽ ഉല്ലാസം കൊണ്ടുവരുമെന്ന്. ആരിൽ ഉല്ലാസം? യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാര് അവരുടെ മതവും ഭക്തിയും എല്ലാം വിട്ടി മാർഗക്കാരുടെ കൂടെ വന്നപ്പോ സാമ്പത്തിക ലാഭത്തിന്റെ ഉല്ലാസമല്ല അവർക്ക് വന്നത്, അവരുടെ ഉള്ളിൽ യേശു വന്നതിന്റെ ഒരു ഉല്ലാസം വന്നു. അതാ പെന്തിക്കോസിന്റെ ശക്തി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഉല്ലാസം വരേണ്ടത് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ഡോളറിന്റെ വെളിച്ചത്തിലല്ല, നമ്മുടെ ഉള്ളിൽ യേശു വന്നത് കൊണ്ടൊരു ഉല്ലാസം. നമ്മുടെ ഹൃദയത്തെ മാറ്റിയ യേശുവിന്റെ ശക്തിയിൽ ഒരു ഉല്ലാസം. ഇതാണ് റിയൽ പെന്തിക്കോസ് ദൈവമക്കളെ. യഥാർത്ഥ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദമുണ്ടാകും, അവിടെ ഹൃദയങ്ങൾ കീറപ്പെടും, അവിടെ മാനസാന്തരം നടക്കും, അവിടെ ദൈവഭക്തരായി കാണപ്പെടും, അവിടെ ദൈവ ഭയമുണ്ടാകും, അവിടെ വചനത്തോട് കൊതി ഉണ്ടാകും, അവിടെ ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയുണ്ടാകും. 10 കന്യകമാരിൽ 5 കന്യകമാർക്ക് എണ്ണയില്ല. ആരാ അവർ? ആക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ല. ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഇല്ല. ആത്മമണവാളൻ്റെ വരവ് ആസന്നമായ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കർത്തൃദാസനെ ഏൽപ്പിച്ച ഈ തീമിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിക്കാമോ? യഥാർത്ഥമായ പെന്തിക്കോസ് എന്നിൽ വ്യാപരിച്ച് എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തി കീറി ഹൃദയ പരമാർത്ഥത ഉണ്ടാക്കി എന്നിൽ യഥാർത്ഥ പരിശുദ്ധാത്മ ശക്തി നിറച്ച് എന്നിൽ ഉല്ലാസവും വചനത്തോടുള്ള കൊതിയും ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളേവരെയും സമൃദ്ധിയായി ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ.